കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ, ഒരു കുഞ്ഞായാലും ജോലിക്കൊക്കെ പോവാലോ. എന്റെ കരിയറിൽ ഇത് ഓക്കെ ആയിരുന്നു. എന്നാൽ പല പെൺകുട്ടികളുടെയും ജീവിതത്തിലെ ലക്ഷ്യവും സ്വപ്നവും ഒക്കെ തകർത്തെറിഞ്ഞ ഡയലോഗായിരിക്കും ഇത്, അല്ലേ? ഇതിനൊളിഞ്ഞിരിക്കുന്ന ചതി മനസ്സിലാക്കിയോണ്ടാവും ഇന്നത്തെ പെൺകുട്ടികൾ കുറച്ചുകൂടെ കരിയർ ഓറിയന്റഡ് ആണ്. പഠിത്തം കഴിഞ്ഞിട്ട് കല്യാണം, ജോലി കിട്ടിയിട്ട് പ്രഗ്നൻസി, എന്നാൽ അവിടെയും സൗകര്യം കൊടുക്കില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വിശേഷം ചോദിക്കുന്നവരെ ഡീൽ ചെയ്യുന്ന സ്ട്രെസ്, ഇപ്പൊ പ്രഗ്നൻസി പ്ലാനിങ് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞായിട്ട് എന്തു അയക്കും എന്ന് പറയുന്ന വീട്ടുകാരുടെ സ്ട്രെസ്, അതിന്റെ ഒക്കെ കൂടെ പ്രഗ്നൻസി വൈകിക്കുമ്പോൾ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് കൂടുകയെ എന്ന് ഓർമ്മപ്പെടുത്തുന്ന വീഡിയോസും കൂടി ആവുമ്പോൾ ഫുൾ പ്രഷറിലാണ് പെൺകുട്ടികൾ ഒരു തീരുമാനത്തിലെത്താൻ. ഇപ്പൊ കൂടെ ഒരാൾ സ്ട്രെസ് അടിച്ച് വന്നു പോയേ ഉള്ളൂ. 23 വയസ്സ്, പ്രഗ്നൻസി 2 വർഷം കഴിഞ്ഞിട്ടേ പ്ലാൻ ഉള്ളൂ, വീട്ടിൽ സ്വൈര്യം കൊടുക്കുന്നില്ല, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണോ ഡോക്ടറെ, AMH നോക്കണോ എന്നൊക്കെ പറഞ്ഞ് വേറെ ഗൈനക് ഇഷ്യൂസ് ഒന്നും കാണാത്തതുകൊണ്ട് സമാധാനിപ്പിച്ച് വിട്ടു. ശരിയാണ്, ഇന്നത്തെ ബാഡ് ലൈഫ് സ്റ്റൈല്, സ്ട്രെസ് ഒക്കെ എഗിന്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഒക്കെ ഓൾട്ടർ ആക്കുന്നതുകൊണ്ട് ഫസ്റ്റ് പ്രഗ്നൻസിക്ക് കഴിയുന്നതും 30 വയസ്സ് കഴിയാതെ നോക്കുക, അതാണ് ബെറ്റർ. അതിനകത്തുള്ളവര് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഈ ടെസ്റ്റുകളുടെ പുറകെ ഒന്നും പോകണ്ട. എന്നാൽ ഇത്തരം ഇഷ്യൂസ് ഉള്ളവര്, 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ഒരു ഡോക്ടറെ കണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് ഒന്നും ഇല്ലാന്ന് അസസ് ചെയ്യുക, ഹസ്ബൻഡിന്റെ സെമൻ അടക്കം എല്ലാ നീഡഡ് ഫെർട്ടിലിറ്റി വാല്യുവേഷൻസും ചെയ്തു വെക്കുക, ഡോക്ടറോട് സംസാരിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എത്തുക. മാത്രമല്ല, ഇനിയും കരിയർ സെറ്റിൽ ചെയ്തിട്ട് മാത്രം പ്രഗ്നൻസി മതി എന്നുള്ളവർക്ക് സ്വന്തം എഗിന്റെ ക്വാളിറ്റി കളയാതെ ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ വരെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചോദിച്ചറിയുകയും ചെയ്യുക. എന്നിട്ട് ടെൻഷൻ ഒഴിവാക്കി മുന്നോട്ട് പോവുക. ചുരുക്കത്തിൽ, ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് അവരെടുക്കട്ടെ. പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയൊക്കെ ലൈഫിലെ പ്രയോറിറ്റീസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. വരും വരായികളൊക്കെ മനസ്സിലാക്കി എല്ലാം ബാലൻസ് ചെയ്ത് അവർ സ്റ്റേബിൾ ആകുമ്പോൾ അവരുടെ പ്രഗ്നൻസി അവർ പ്ലാൻ ചെയ്യട്ടെ. നമുക്കവരെ ശല്യപ്പെടുത്താതിരിക്കും.